കുമ്പിള് പോണതെങ്ങോ. ഇത് പുതിനയില, ഇത് മല്ലിയില. സോറി, ഇത് മല്ലിയില, ഇത് പുതിനയില. അപ്പൊ ഇത് ഈ രണ്ട് ഐറ്റം വെച്ച് നമ്മളൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എല്ലാരും ബൈ. ആവശ്യത്തിന് ചിക്കൻ എടുക്കുക. ഇതിപ്പോൾ വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റാണ്. ആക്ച്വലി ഇത് ഞാൻ വീഡിയോ എടുത്തതായിരുന്നു അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്, പക്ഷേ ഇത് റെക്കോർഡായില്ല. അപ്പോൾ അരച്ചതിന് ശേഷമുള്ള വീഡിയോ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. മല്ലിയില, പുതിനയില നിങ്ങളുടെ ആവശ്യത്തിന്, അതായത് ആ ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഓരോ പിടി വീതം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10 ബദാം, 10 കാഷ്യൂ, കുറച്ച് കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത മിശ്രിതമാണ് അത്. ഇതേ ചിക്കനിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടാണിപ്പോൾ. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തൊരു സാധനം ആഡ് ചെയ്യാൻ പോവാണ്, ഉരുളക്കിഴങ്ങ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഈ ചിക്കൻ കറി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇടുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഈ റെസിപ്പി വേറെ എവിടെ കണ്ടിട്ട് കോപ്പി ചെയ്യുന്നതൊന്നുമല്ല, ഞാൻ ചുമ്മാ ഇടുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതാ 2 ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം ചിക്കനും കുറവാണല്ലോ, അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റിയും കാണും. അങ്ങനെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നില്ല കേട്ടോ, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് സവാള, അതായത് 2-3 സവാള എന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ വഴറ്റുന്നതിൻ്റെ കൂടെ ഇതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നുണ്ട്. ഇതൊരു പകുതി വേവാകുമ്പോഴേക്കും നേരത്തെ നമ്മൾ വഴറ്റിയിട്ടുള്ള സവാള ഇതിനകത്തേക്ക് ചേർക്കണം. കാരണം ആ സവാളയുടെ നീരും ആ എണ്ണയെല്ലാം കൂടി ഇതിനകത്തൊന്ന് മിക്സ് ആയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളല്ലാതെ ഈ ചിക്കനിൽ വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഈ സവാളയിലുള്ള എണ്ണ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കണം. ഈ ഒരു ടൈമിലാട്ടോ അത് ഇടുന്നത്. അതൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ്, ഇല്ലെങ്കിൽ പെപ്പർ പൗഡർ ഇടുന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോറിൻ്റെ കൂടെയോ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് കഴിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് ഈ നട്ട്സൊക്കെ ഇട്ടതുകൊണ്ട് ഇത് നന്നായിട്ട് കുറുകും. അപ്പോൾ കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർ കുറച്ചുകൂടി ഒരു ലൂസ് ആവുന്ന സമയത്ത് തന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മല്ലിയിലയും പുതിനയിലൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം ആ ഒരു ഫ്ലേവറാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ ഫ്ലേവർ കുറച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊരു ഹരിയാലി ചിക്കൻ്റെ വകയിലെ ഒരു ബന്ധത്തിൽപ്പെട്ട ആളായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.